ആ എടി പെണ്ണുമ്പോളെ ഞാനിപ്പോ പുതിയൊരു സോങ് പാടുന്നു. ന്യൂ ജനറേഷൻ സോങ് ആണ് ഞാൻ പാടാൻ പോണത്. കാര്യം ആ സോങ്ങിന്റെ പേര് റേപ്പ് എന്നാണ്. റാപ്പും കോപ്പൊന്നും വേണ്ട. ഇപ്പൊ റാപ്പ് എന്ന് പറഞ്ഞവരിപ്പൊ ആപ്പിലായിട്ടിരിക്കുവാണ്. ദൈവമേ അവർ രക്ഷിച്ചേക്കണം, അവർക്ക് നല്ലത് വരുത്തണേ, അവർ ഇനിയും വന്നേ. അത് വേണ്ട. ഇത് നമ്മള് റേപ്പ്, നമ്മളത് റേപ്പ് എന്ന് പറയുന്ന സാധനം പാടി 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 നമുക്ക് ബ്രേക്ക് ആവും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായ? പിന്നെ എന്റെ പേര് മാറ്റി ഏജാസ് ഞമ്മതി ഒന്നും എന്നെ ഇനി വിളിക്കരുത് കേട്ടോ. അങ്ങനെ ഒരു പേര് എനിക്കില്ല. ഏജാസ് ഞമ്മതി എനിക്ക് പേരില്ല. എന്റെ പേര് കാടൻ എന്നാക്കി. എടി ഞാൻ മദ്യം കഴിച്ച് കഞ്ചാവ് അടിച്ചിട്ട് ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ കയറ്റാറുണ്ടോ? ഞാൻ കാട്ടിലല്ലേ കിടക്കണത്. അതുകൊണ്ട് ഞാൻ കാടൻ എന്നാക്കി. മനസ്സിലായ? പിന്നെ ഈ കാടൻ എന്ന് പറഞ്ഞൊരു പേര് ശ്രദ്ധിക്കും. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഇട്ടു കൊടുത്ത് ആരോടും പറയണ്ട. പിന്നെ നീ പറഞ്ഞ കാര്യം ഞാൻ പാടണം എന്നുണ്ടെങ്കിൽ ഫുള്ള് പറഞ്ഞിട്ട് കഞ്ചാവൊക്കെ അടിക്കണം, എന്നാലാണ് ഇനി എന്റെ തലയിൽ കിട്ടുള്ളൂ. ആ കഞ്ചാവ് അടിക്കുമല്ല, കഞ്ചാവ് എനിക്ക് തിന്നണം. മനസ്സിലായി? എന്നാലാണ് ഇത് ഫുള്ളായിട്ട് പാടാൻ പറ്റുള്ളൂ. എന്നിട്ട് പബ്ലിക്ക് നമ്മളെല്ലാവരും പറയും, പ്രിയമുള്ളവരെ നിങ്ങൾ കഞ്ചാവ് അടിക്കരുത്, മദ്യം കഴിക്കരുത്, മയക്കുമരുന്ന് കഴിക്കരുത്, അത് ദോഷമാണെന്ന് പറയും. അത് നമ്മൾ ചുമ്മാ കിട്ടണമെന്നാണ്. പക്ഷെ നമുക്കിത് അടിക്കണം. ഒരു മിനിറ്റ് ഇട്ടോടി. സൂപ്പർ. ഒരു മൂഡ് വരാൻ വേണ്ടിയാ കേട്ടോ. ഇത് നോക്കി, ഇതെന്താ നോക്കി. എടി ഇത് പുലിപ്പല് എലിപ്പലൊന്നും അല്ല. ഇവിടെ കളവ് നടത്താൻ വന്ന കണ്ടം പൂച്ചയില്ലേ, കള്ളപ്പൂച്ച, അതിന്റെ ചെവിക്കല്ലു ഒക്കെ ഞാൻ ഓർഡർ കൊടുത്ത ആ പല്ല് നിലത്തോണ പല്ലാണ്, അല്ലാണ്ട് പുലിപ്പല്ലൊന്നും അല്ല. മനസ്സിലായ? പിന്നെ എന്റെ പാട്ടെന്ന് പറയട്ടെ, എന്റെ പാട്ടെന്ന് പറഞ്ഞാൽ അനുകാലി പ്രശസ്തിയുള്ള പാട്ടാണ്. കാര്യം പ്രതിബദ്ധതയുണ്ട്. പിന്നെ ഈ രാഷ്ട്രീയ ചേരുവകളുള്ള പാട്ടുകളാണ് ഞാൻ പാടുള്ളൂ. അല്ലാണ്ട് ഞാൻ പാടില്ല. ഇന്നാളെ ഞാനൊരു പാട്ട് പാടി, പഴയ പാട്ട് പാടി ന്യൂ ജനറേഷൻ പിള്ളേരെ അടുത്ത്. ഞാൻ തളിർവറ്റിലയുണ്ടോ ഗുരുദക്ഷിണ വയ്ക്കാൻ. അപ്പൊ തന്നെ അവന്മാരൊക്കെ എന്നോട് പറയാം, ചേട്ടാ ഈ പാട്ട് ആര് പാടി? ഇതൊക്കെ ബോറം പാട്ടല്ല. തളിർ വെറ്റിലയിൽ ആരും ഗുരുദക്ഷിണ വെക്കുവോ? ആരും വെക്കില്ല. കഞ്ചാവിനകത്തും മയക്കുമരുന്നിനകത്തും MDMൽ മദ്യത്തിനകത്തൊക്കെയാണ് ഗുരുദക്ഷിണ വെക്കണത്. എന്നാലേ സന്തോഷം ആവുള്ളൂ എല്ലാവർക്കും. അല്ലെങ്കിൽ വെറ്റിലയിൽ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സന്തോഷം ആവുമെന്ന് വെച്ചു ഗുരുദക്ഷിണ. അപ്പൊ ശരിയാ. അല്ലെങ്കിൽ ചില സർക്കാരൊക്കെ ഈ മദ്യങ്ങളൊക്കെ നമ്മൾ നിർത്തലാക്കണ്ടേ? അവര് നിർത്തലാക്കില്ല. നിർത്തലാക്കി കഴിഞ്ഞാൽ ഈ കേരളമൊക്കെ ഇല്ലാണ്ട്. അതുകൊണ്ട് ചില സർക്കാരൊന്നും നിർത്തൂല. മനസ്സിലായോ? അപ്പൊ എന്റെ പാട്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ല ഇപ്പൊ പ്രതിബദ്ധതയുള്ള പാട്ടാന്ന്. അപ്പൊ ഞാൻ അടിച്ചുപൊളിയായിട്ടൊക്കെ ഞാൻ സംഭവം പാടുള്ളൂ. അപ്പൊ അതിന്റെ വരി പറയാം. നമ്മൾ എല്ലാ വരിക്ക് നല്ല അർത്ഥമൊക്കെ ഉണ്ട്. അമ്മയില്ല, അപ്പനില്ല. മനസ്സിലായോ? എടി എന്റെ അപ്പനെ അമ്മനൊക്കെ നീ അനാഥ മന്ദിരത്തിൽ കൊണ്ടേ ആക്കിയില്ലേ? ആക്കിയോ? നീ ഇപ്പൊ ചത്താലും നീ പോവോ? നീ പോവില്ല. അപ്പൊ എന്നെയും വിടില്ല. അപ്പൊ അതുകൊണ്ടാണ് അപ്പനും അമ്മ ഇവിടെ ഇല്ല. അതിന്റെ സന്തോഷം പങ്കുവെക്കണം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ മക്കളും ഇങ്ങനെ അടിച്ച് നമ്മുടെ മക്കളും നമ്മുടെ അനാഥ മന്ദിരത്തിൽ കൊണ്ടേ ആക്കും. അത് ശരിയാന്ന് നീ ഓർത്തോ. ശരിയാന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ അടുത്ത വരി എന്നാന്ന് വെച്ച് കഴിഞ്ഞാ, കൊച്ചിക്കൈയിൽ മഷിയിട്ട് നോക്കിയാ കിർക്കന്മാരെ കെട്ടൂല. അതിന്റെ അർത്ഥം എന്നാ? കൊച്ചിക്കായലില് മഷിയിട്ട് വെച്ച് കഴിഞ്ഞാൽ മീൻ കിട്ടുവോ? കൊച്ചിക്കായലില് വല ഇടണം, എന്നാലാണ് മീൻ കിട്ടുള്ളൂ. അതാണ് അതിന്റെ അർത്ഥം. മനസ്സിലായ? പിന്നെ അടുത്തതുകൊണ്ട്, നിന്റെ അമ്മ പറ്റത് കാള, നിന്റെ കുഞ്ഞമ്മ പറ്റത് പോത്ത്. ഇതിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നുമില്ല. ഞാനും ചുമ്മാ സാധനം എടുത്തിട്ടത്, ഒരു പഞ്ചാബ് വേണ്ടി ഇട്ടതാ. പിന്നെ ചേട്ടൻ എന്റെ അമ്മേനെ വിളിക്കണ എന്തിനാ? എടി നിന്റെ അമ്മയ്ക്ക് വിളിക്കുമ്പോഴത്തേക്ക് എന്റെ അമ്മയ്ക്ക് സന്തോഷാവും. അങ്ങനെ ലോകത്തിലുള്ള ഭർത്താക്കന്മാരെ അമ്മമാർക്ക് സന്തോഷാവും. മനസ്സിലായ? ഇത്രയുള്ള സംഭവങ്ങള്. എനിക്ക് ഇച്ചിരി കഞ്ചാവ് തിന്നണം, വലിച്ചാ പോരാ. സൂപ്പർ സൂപ്പർ സൂപ്പർ. നീന്റെ 5 കളറിലേക്കണേ, നിന്റെ 10 കളറിലേക്കണേ. വീട് വിട്ട് കാട്ടിലിറങ്ങിയവൻ കാടൻ, കാട് വിട്ട് നാട്ടിലിറങ്ങിയവൻ